next topic we have to study in fourth module is interface circuits. So we know about interface circuits. Uh, this was the figure we studied in the initial topic. We know that if you want to connect any input or output device to the computer bus, we have to make use of an interface. And we said these are the main parts of the interface. These are just important parts. Address decoder is there, control circuits are there, data and status registers are there. അപ്പോൾ ഏതൊരു ഇൻപുട്ട് ഡിവൈസിനെയും ഔട്ട്പുട്ട് ഡിവൈസിനെയും ഒരു കമ്പ്യൂട്ടറിൻ്റെ ബസ്സിലേക്ക് 3 ടൈപ്പ് ബസ്സുണ്ട്. സോ ഈ ബസ്സിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സർക്യൂട്ടാണ് ഇൻ്റർഫേസ് സർക്യൂട്ട്സ് ഓർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസ്. So here we can see what is the main use of interface circuits. We said that it consists of different circuitry which are used to connect an input-output device to a computer bus. So that is what we said early, just before. That is ഒരു ഇൻപുട്ട്-ഔട്ട്പുട്ട് ഡിവൈസിനെ കമ്പ്യൂട്ടറിൻ്റെ ബസ്സിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സർക്യൂട്ടറിയും ഇൻ്റർഫേസ് സർക്യൂട്ടിലുണ്ട്. And we can say that one side of the interface is a bus signals, that is address, data and control signals, and the other side will be port. Port means it's a data path which is and its associated controls which are used to transfer data between interface and the input-output device. അപ്പോൾ ഈ ഫിഗറിൽ നമ്മൾ കണ്ടിരുന്നു ഇതാണ് ഇൻ്റർഫേസ്. ഈ ഇൻ്റർഫേസിൻ്റെ ഒരു പാർട്ട് ഇപ്പോഴത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ അഡ്രസ്, ഡേറ്റ ആൻഡ് കൺട്രോൾ ബസ്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സർക്യൂട്ടറി വിച്ച് ആർ ഇറ്റ് ഇസ് കോൾഡ് പോർട്ട്. ഈ പോർട്ടിലേക്കാണ് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് കണക്ട് ചെയ്യുന്നത്. ഈ പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡേറ്റ പാത്ത് ദാറ്റ് ഹെൽപ്സ് ടു ട്രാൻസ്ഫർ ദ ഡേറ്റ ബിറ്റ്വീൻ ദ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആൻഡ് ദ IO ഇൻ്റർഫേസ്. ഈ ഡിവൈസസിൽ നിന്നും ഈ ഇൻ്റർഫേസിലേക്ക് ഡേറ്റയെ പാസ് ചെയ്യാനുള്ള ഡേറ്റ പാത്ത് ദാറ്റ്സ് കോൾഡ് എ പോർട്ട്. There are two types of ports are there. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഒരു സൈഡ് ഈ ഇൻ്റർഫേസിൻ്റെ ഒരു സൈഡ് ഇപ്പോഴത്തെ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് കണക്ട് ചെയ്യുന്ന ഇൻ്റർഫേസിൻ്റെ പോർട്ടിലോട്ടാണ്. അപ്പോൾ ഈ പോർട്ട് എന്ന് പറയുന്നത് there are two types of ports are available. The first port is called parallel port and the second port is called serial port. രണ്ട് തരത്തിലെ പോർട്ടുണ്ട്, പാരലൽ പോർട്ടും സീരിയൽ പോർട്ടും. ആ നെയിം പറയുന്നത് പോലെ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ. Parallel ports means it contains a number of wires are there inside that port, and its advantage is that at a time we can transfer multiple bits, usually 8 to 16 bits simultaneously to the input-output interface. അപ്പോൾ പാരലൽ പോർട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരലൽ വയേഴ്സ് ഉണ്ട്. ഒരു സമയം ഒരുപാട് ബിറ്റ്സിനെ സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. So usually the number of bits will be 8 to 16. ചിലപ്പോൾ 8 മുതൽ 16 ബിറ്റ്സിന് വരെ ഒരേ സമയം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ആൻഡ് ദ സെക്കൻഡ് ടൈപ്പ് ഇസ് കോൾഡ് സീരിയൽ പോർട്ട്. സീരിയൽ പോർട്ട് എങ്ങനെയാണ്? 1 by 1. ദാറ്റ് ഈസ് ഇറ്റ് ട്രാൻസ്മിറ്റ് ആൻഡ് റിസീവ്സ് ഡേറ്റ 1 bit at a time. ഒരു ബിറ്റ് പാസ് ചെയ്യും, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അടുത്ത ബിറ്റ് പാസ് ചെയ്യും. അങ്ങനെയാണ് സീരിയൽ പോർട്ടിൽ ഡേറ്റ ട്രാൻസ്ഫർ. പാരലൽ പോർട്ടിൽ ഒരേ സമയം നമുക്കൊരു കപ്പാസിറ്റി ഉണ്ട്, അത്രയും കപ്പാസിറ്റി ബിറ്റ്സ് സെയിം ടൈമിൽ പാസ് ചെയ്യാൻ പറ്റും. സോ ഹിയർ ഐ എം ജസ്റ്റ് ഷോയിങ് എ ഫിഗർ. അപ്പോൾ ഇതുപോലെ ഇരിക്കും പോർട്ട് എന്ന് പറയുന്നത്. ഒരുപാട് പിൻസ് ഉണ്ടാകും. ഈ ഭാഗമാണ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന ഭാഗം. So now we can say what are the main functions of an input-output interface. അപ്പോൾ ഇൻപുട്ട്-ഔട്ട്പുട്ട് ഇൻ്റർഫേസിൻ്റെ കുറേ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. So here it is the overall functions of an input-output interface is given as 5 points. 5 പോയിന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. The first one is നമ്മൾ പഠിച്ചിരുന്ന പോലെ it provide a storage buffer at least 1 word of data. നമ്മൾ കീബോർഡിലും പ്രിൻ്ററിലും ഒക്കെ ഡേറ്റ ഇൻ ഡേറ്റ ഔട്ട് എന്ന് പറഞ്ഞ ബഫേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അത് ഇൻപുട്ട് നമ്മൾ അപ്പോഴേ പറഞ്ഞിരുന്നു ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദീസ് ബഫേഴ്സ് ആർ എ പാർട്ട് ഓഫ് ഇൻ്റർഫേസ്. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസിൻ്റെ കൂടെയുള്ള ഒരു പാർട്ടാണ്, അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് സ്റ്റോറേജ് ബഫർ. മിനിമം ഇറ്റ് ക്യാൻ സ്റ്റോർ 1 word ഓഫ് ഡേറ്റ. സാധാരണ കേസിൽ ഒരു വേർഡ് എങ്കിലും ഇതിൽ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. So that is one advantage, one function of input-output interface. The second function is that it contains status flags which can be accessed by the processor to determine whether the buffer is full or empty. നമ്മൾ S in S out എന്ന് പറഞ്ഞ ബിറ്റ്സ് പ്രിൻ്ററിൻ്റെ കേസിലും കീബോർഡിൻ്റെ കേസിലും പറഞ്ഞിട്ടുണ്ട്.
their status flag, and it is also a part of this interface. And what is the use of this bits, this flag bit? This help the processor to determine whether the buffer is full or empty. കീബോർഡിൻ്റെ കേസിൽ കീബോർഡിൽ ഒരു കീ പ്രസ് ചെയ്യുമ്പോൾ ആ ഡേറ്റ ഈ ബഫറിലേക്ക് സ്റ്റോർ ചെയ്യും, അതിൻ്റെ ആസ്കി ബിറ്റ് ബഫറിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ ബഫറിൽ എപ്പോഴാണോ വാലിഡ് ഡേറ്റ കാണുന്നത് അപ്പോൾ എസ് എൻ ബിറ്റ് 1 ആണ്. അത് നമ്മളവിടെ പറഞ്ഞു. പ്രിൻ്ററിൻ്റെ കേസിലാണെങ്കിൽ എപ്പോഴാണോ പ്രിൻ്റർ പ്രിൻറ്റ് ചെയ്യാൻ റെഡി ആകുന്നത് അപ്പോൾ എസ് ഔട്ട് ബിറ്റ് 0 ആകും. സോ ലൈക്ക് ദാറ്റ് ദ പ്രൊസസ്സർ ക്യാൻ ചെക്ക്. പ്രൊസസ്സർ അപ്പോൾ ചെക്ക് ചെയ്യുന്നത് എസ് ഇന്നോ എസ് ഔട്ടോ ബിറ്റ് വെച്ചിട്ടാണ് ആ ഡിവൈസ് റെഡിയാണോ അല്ലയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. The third function is that it contains the address and decoding circuitry which helps to identify the device. നമ്മൾ അതും പറഞ്ഞിട്ടുണ്ട്, ഓരോ ഡിവൈസിനും ഓരോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനും ഒരു യുണീക്ക് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. പ്രൊസസ്സറിന് വേണ്ട ഡിവൈസിൻ്റെ അഡ്രസ്സ് whenever it placed on the address bus അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ അഡ്രസ് ഡീകോഡേഴ്സ് വെച്ചിട്ടാണ്. ആ ഡിവൈസിനെയാണോ ഉദ്ദേശിച്ചത് എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ അഡ്രസ് ഡീകോഡിംഗ് സർക്യൂട്ടറി യൂസ് ചെയ്തിട്ടാണ്. The next function is generate appropriate timing signals which are required by the bus control scheme. അപ്പോൾ ബസ്സിലേക്ക് ഈ ബസ് കൺട്രോൾ സ്കീമിലേക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൈമിംഗ് കൺട്രോൾസ് അതിന് വേണ്ടി അത് അയക്കാൻ വേണ്ടിയിട്ട് അത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ആൻഡ് ദ ലാസ്റ്റ് ഫങ്ഷൻ ഈസ് ഇറ്റ് പെർഫോം എനി ഫോമാറ്റ് കൺവേർഷൻ ബിറ്റ്വീൻ ദ ബസ് ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസ്. അതായത് ബസ്സിൽ ചിലപ്പോൾ പാരലൽ ഡേറ്റാസ് ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, പക്ഷേ കീബോർഡ് ആണെങ്കിലും പ്രിൻ്റർ ആണെങ്കിലും അത് സീരിയൽ ടൈപ്പ് ഡേറ്റ, ദാറ്റ് ഈസ് അതിന് ഒരേ സമയം ഡേറ്റേനെ ആക്സസ് ചെയ്യാനുള്ള കഴിവില്ല, പതുക്കെ ബിറ്റ് ബൈ ബിറ്റ് ആക്സസ് ചെയ്യാനേ കഴിവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഫോമാറ്റ് കൺവേർഷന് വേണ്ടിയിട്ട് സീരിയലിനെ പാരലിലേക്കോ പാരലിനെ സീരിയലിലേക്കോ in order to convert all this task we can the input output interface will help. അപ്പോൾ ഇങ്ങനെ 5 ഫങ്ഷൻസ് ആണ് മെയിൻ ആയിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസിനുള്ളത്. The first one, as we said, it provides the storage buffer. Minimum 1 word can be stored inside that buffer. Second one is it contains status flag that helps the processor to check whether the buffer is empty or full. The third point is that it contains address decoding circuitry in order to when the device is addressed, which helps to identify the device when it is addressed by the processor. The fourth one is it will generate appropriate timing signals, and the last one is it will perform proper format conversion between the bus and the input output interface.